വിദ്വാന്റെ ശ്രമമാണ് അവിടെ നടത്തുന്നത്. സമസ്ത പിളരില്ല എന്ന് ശൈഖുന പറഞ്ഞാൽ അതിന് താങ്കളാരാ അതിന് അവധി നിശ്ചയിക്കാൻ? അൽ ഇബ്റത്തു ബിഉമൂമിൽ ലഫ്ളി ലാ ബിഖുസൂസി സബബ്. അതൊക്കെ ആദ്യം ഉസൂലിന്റെ നിയമം പഠിച്ചു വരി. ഒരു സംഗതി പറയാൻ ഒരു സബബുണ്ടാവും, ഒരു കാരണം. ഉസൂലൊക്കെ മര്യാദയ്ക്ക് ഇരുന്ന് ഓതി പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കളവ് പറഞ്ഞ് ജീവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ നൗഷാദേ. താങ്കളുടെ ഹതഭാഗ്യതയോർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മുടെ കഴിഞ്ഞ ഗണനത്തിൽ ഞാൻ പറഞ്ഞു, ഈ സംഭവം പൊക്കിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അതിന് മൗലവി ഇത് 979 പുനഃസംഘടന 89 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇയാൾ പറയാണ്, അപ്പോൾ പോകുമെന്ന് പറഞ്ഞത്, ഉടനെ പോകുമെന്ന് പറഞ്ഞത് 10 കൊല്ലത്തിന് ശേഷമാകാലോ, അതിനൊരു സമയം നിശ്ചയിക്കാൻ താങ്കളാരാ ഏൽപ്പിച്ചു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മൗലവി ആ വായിച്ചതിൻ്റെ അടുത്ത ലൈന് വായിക്ക്. ഉസ്താദ് പറയുന്നു, പറഞ്ഞതുപോലെ താമസിയാതെ പ്രശ്നങ്ങൾ കെട്ടടങ്ങുകയും ചെയ്തു. അപ്പോൾ ഉസ്താദ് അവിടെ പറയുന്നുണ്ട് ഉടനെ തന്നെ പ്രശ്നം കെട്ടടങ്ങുകയും ചെയ്തു. അപ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി പറഞ്ഞതുപോലെ സംഭവിക്കുന്നു, ഉടനെ തന്നെ പ്രശ്നം കെട്ടടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഇയാൾ ചോദിക്കുകയാണ്, എന്ത് എന്നാ പിന്നെ ആരാ പുറത്തുപോയത്, എന്തായിരുന്നു ആ പ്രശ്നം? അപ്പൊ സമസ്തയുടെ ചരിത്രമൊന്നും പഠിക്കാതെയാണോ ഈ പണിക്ക് ഇറങ്ങിയത്? അത് ബഹുമാനപ്പെട്ട EK ഉസ്താദും AP ഉസ്താദും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമല്ല എന്ന് ഉറപ്പല്ലേ? CM വലിയുല്ലാഹി തങ്ങൾ ചില ആളുകൾ പോകാനുണ്ട്, പുറത്തു പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ സമസ്തയുടെ പുറത്തു പോകുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, അത് ചില പണ്ഡിതന്മാരുടെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനയായിരിക്കാം. അപ്പോൾ ഏതായാലും അവിടെ EK ഉസ്താദും AP ഉസ്താദും വന്ന് രണ്ട് ചേരിയിലല്ല എന്നും അവർ ഒരുമിച്ചാണ് ബഹുമാനപ്പെട്ടവരെ കാണാൻ പോയതെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ പിന്നെ അവിടെ എന്തായിരുന്നു വിഷയം? അത് സമസ്തയുടെ ചരിത്രം പോയി പഠിക്കേ.